നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പുതുതായി യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് പുതിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പുതുതായി ഒരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷേ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ അറിയാത്തവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. അതിലൊരു ആപ്ലിക്കേഷനും ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൈകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ വാട്ടർമാർക്ക് ഇല്ലാത്ത കൈൻമാസ്റ്റർ, ഈ ഒരു കൈൻമാസ്റ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തു. ക്രിയേറ്റ് ന്യൂയിൽ ക്ലിക്ക് ചെയ്തു. ശേഷം ഈ ഒരു ആസ്പെക്ട് റേഷ്യോ നമ്മൾ ഈ ഒരു ആദ്യത്തിൽ കാണുന്ന 16:9 എന്നുള്ളത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കൊടുത്തു. ശേഷം നമ്മൾ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊരു പിക്ചറാണ് നമുക്ക് ആവശ്യം, ഏതൊരു വീഡിയോ ആണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ടൊരു പിക്ചറാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഗാലറിയിൽ നിന്നും നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഏതൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ആവശ്യമുള്ളത് അത് ഞാൻ ഇവിടെ നിന്നും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും വളരെ സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡ്, ഈ ഒരു എഡിറ്റിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുകയാണ്. ഒരു യൂട്യൂബിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ചെയ്തത്. ഈ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പാൻ സൂം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ക്ലിയർ ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് നൽകുക. മുകളിൽ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ലെങ്ത്ത്, നമ്മുടെ വീഡിയോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ടിക്ക് മാർക്ക് നൽകുക. ശേഷം നമുക്ക് ഏതൊരു വീഡിയോ ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നമ്മൾ നല്ല ഒരു ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടോ നല്ല രീതിയിൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്ക്രീനിൻ്റെ നിറത്തിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാതെ മറ്റ് ആ ഒരു ഗ്രീൻ സ്ക്രീൻ ആണെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഡ്രസ്സുകളും മറ്റൊന്നും നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ തന്നെ നമ്മൾ മറ്റ് കളർ ഉപയോഗിച്ചുള്ള ഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രോയിൽ കണ്ട ആ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്കിവിടെ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റെഡിയായി. ശേഷം നമ്മൾ മീഡിയയിൽ ക്ലിക്ക് ചെയ്തു. ശേഷം ഞാനിവിടെ നമ്മുടെ ഇൻട്രോയിൽ ഉപയോഗിച്ച ആ ഒരു വീഡിയോ ഇവിടെ നിന്നും ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ നമ്മുടെ മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക. അതിനുശേഷം ഇതേ രൂപത്തിൽ നമ്മുടെ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ക്രോമാ കീ എന്ന് പറയുന്ന സെറ്റിങ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക.
ശേഷം മുകളിൽ കാണുന്ന എനേബിൾ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ അല്ലെങ്കിലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയി. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു സെറ്റിങ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സെറ്റിങ്സ് നമ്മളിവിടെ ഈ ഒരു കൾസർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റിയും അതേ രൂപത്തിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും ഇവിടെ നിന്നും എറേസ് ആകുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ആകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതേ രൂപത്തിലാണ് ആൻഡ്രോയിഡ് മൊബൈലും കൈൻമാസ്റ്ററും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതേ രൂപത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ഓൾറെഡി ഈ ഒരു SN മീഡിയ യൂട്യൂബ് ചാനലിൽ വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊക്കെ നമ്മുടെ ചാനലിൽ കയറി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചേഞ്ച് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.